ഹായ്, വെൽക്കം ടു ഡെയിലി ഫീസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുമല്ലേ, അപ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള എല്ലായിടത്തും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് ക്രിസ്മസിന് കോഴിയും പിടിയും. അപ്പോൾ അതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാമെന്ന് വരുന്നത്. ഈസി ആയിട്ട് നമുക്കിത് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് കോഴിയും പിടിയിലെ പിടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നിറപ്പറയുടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത്. ആ പത്തിരിപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടി ആയാലും മതി, സാധാ അരിപ്പൊടി 1.5 കപ്പ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ തിരുമിയതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക എല്ലായിടവും. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഒരു 4 ചെറിയ ഉള്ളിയും ഒരു 3 വെളുത്തുള്ളിയും വേണം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഈ ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 4 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മളൊന്ന് പിച്ചിയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത് മൊത്തത്തിൽ നമുക്ക് കുഴക്കാനായിട്ട് വേണ്ടി വരില്ല, മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ബാക്കി നമ്മൾ എടുത്തതിന് ശേഷം ബാക്കിയിൽ നമുക്ക് പിടി ഉണ്ടാക്കാം. ഇനി തേങ്ങയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഈ അരിപ്പൊടിയും തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് ആ തേങ്ങയുടെ ഒരു മണമൊക്കെ വരുന്നത് പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കിത്. ഇങ്ങനെ ഈ തേങ്ങയും അരിയും കൂടി ഒന്ന് വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഈ പിടി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പിടി കിട്ടും. ഇതിപ്പോൾ തേങ്ങ വറുത്തതിൻ്റെ നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുവരെ മതിയാവും, നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണ്ട, ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഈ ചൂടോടെ തന്നെ മാവിലൊഴിച്ച് മാവ് കുഴച്ചെടുക്കാം. കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഇത്രയും വെള്ളം മതിയാവും നമുക്ക്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചൂടൊന്ന് നമ്മൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ച് യോജിപ്പിച്ചതിന് ശേഷം ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കോഴിയും പിടിയിലെ പോലെ തന്നെ ചെറിയ ബോളാക്കി ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തിളപ്പിച്ച് ബാലൻസ് വന്ന വെള്ളം ഒരു 15-20 മിനിറ്റ് വരെ 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലൂടി ചേർത്ത് കൊടുക്കാം. 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് പിടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിടരുത്, ഒരുമിച്ചിട്ട് അത് ഒട്ടിപ്പിടിക്കും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പം ഈ പിടിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാലോട് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അതുകൂടി നമുക്ക് ഇതിൽ ചേർക്കാം. അത് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പിടി നന്നായിട്ടൊന്ന് കുറുകി വരും. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. കാരണം ഇത് കുറുകി വരുന്നതുകൊണ്ട് നമുക്കിത്
അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ പിടി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ടുണ്ട്. ഇതിപ്പോൾ പിടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പിടിയും കോഴിയിലെ കോഴിക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 500 ഗ്രാം കോഴി എടുത്തിട്ടുണ്ട്. അത് ബോൺലെസ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഞാൻ ബോൺലെസ് എടുത്തുവെന്നേ ഉള്ളൂ. ബോണുള്ള ചിക്കനും എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞതാണ്. അത് ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇനി നമുക്ക് വേണ്ടത് 2 ചെറിയ സവാളയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് വലുതാണെങ്കിൽ 1 സവാള മതിയാവും. നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി കോഴിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് 2 ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി. ഇതിപ്പോൾ ഏകദേശം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ നല്ല ജീരകം പൊടിച്ചത്. ഇതെല്ലാം പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിൽ പൊടികളും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടും. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ. ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് ഈ മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ട് നമുക്കിനി ഇതൊരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ കറി ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 25 തൊട്ട് 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിക്കാം. ചിക്കൻ ഇപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. നമുക്കിത് തുറന്ന് നോക്കാം. ഇതിപ്പം വെന്ത് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കുക, ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്, കറി ഒന്ന് റെഡിയായി വരാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ കോഴിയും പിടിയും റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസിന് സാറിന് എല്ലായിടത്തും ഉണ്ടാക്കുന്നതാണ്. ഇത് നല്ല രുചിയാണ് കഴിക്കാൻ. തേങ്ങാപ്പാലിലായതുകൊണ്ട് പിടിയും നല്ല ടേസ്റ്റാണ്, ചിക്കൻ കറിയും അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഈ ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈസിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി. താങ്ക് യു.